ഹായ് ഞാൻ ദീപ. ഇന്ന് നമ്മുടെ നോർമൽ മെഷീൻ യൂസ് ചെയ്തിട്ട്, അതായത് സിക്സാക് മെഷീൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്കാലപ്പിംഗ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഒരു സാരിയാണ് എടുത്തേക്കുന്നത്, ഒരു ബ്ലാക്ക് സാരി. ഇതൊരു കസ്റ്റമർ അയച്ചു തന്നാണ്. എൻ്റെ ഇൻസ്റ്റ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ സ്കാലപ്പ് ചെയ്യാനായിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഏതാണ്ട് 9.5 മീറ്ററോളം സ്കാലപ്പിങ്ങിൻ്റെ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. മാർക്കിംഗ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു പാറ്റേൺ ഉണ്ടാക്കുമല്ലോ, ഞാൻ കാണിച്ചു തരാം. ഒരു കാർഡ്ബോർഡിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കി ആ പാറ്റേൺ വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ച് എടുക്കണം. അതിനുശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് കണ്ടേ, ഇത് എംബ്രോയിഡറി ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വെക്കുന്ന സ്റ്റെബിലൈസറാണ്. ഇത് നമ്മുടെ പേപ്പർ ബക്രമല്ല, സ്റ്റെബിലൈസറാണ്. സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ കീറിങ്ങി വരും. പേപ്പർ ബക്രം ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് തയ്ക്കുന്ന പാടെ തന്നെ ഇതിന് കീറി പോകുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ സ്കാലപ്പിങ്ങിൻ്റെ അതേ വീതിയിൽ മുറിക്കുക. ഇനി നമുക്ക് സ്കാലപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ബോബിനിൽ ഇടുന്നത് വൈറ്റ് നൂലാണ്, വൈറ്റ് കോട്ടൺ ത്രെഡ്. നമ്മൾ നോർമലി സൂയിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡ് തന്നെയാണ് താഴെ ഇടുന്നത്. മുകളിൽ നമുക്ക് ഈ റയോണിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ സിൽക്കിൻ്റെയോ ഒക്കെ ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ റയോണിൻ്റെ ത്രെഡാണ് എടുത്തേക്കുന്നത്, റെഡ് കളറ്. പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്ന് പറയുന്ന സിക്സാക് മെഷീനാണ്. ഇതിൽ സെറ്റിങ്ങിൽ ഞാൻ അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് നമ്മൾ 5 മാക്സിമം വിഡ്ത്ത് ഇടുന്നുണ്ട്. പിന്നെ ലെങ്ത്ത് 0യ്ക്കും 1നും ഇടയ്ക്കാണ് ഇടുന്നത്. 0യിൽ ഇട്ടാൽ അത് തുണി അനങ്ങത്തില്ല. പിന്നെ വന്നിട്ട് നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സിക്സാഗ് ഉണ്ടല്ലോ, ഇതാണ് എടുക്കുന്നത്. C ആണ് ഇതിനകത്ത് എടുക്കുന്നത്. അല്ലാതെ നമുക്കൊരു സ്കാലപ്പിങ്ങിൻ്റെ ഒരു ഡിസൈൻ ഉണ്ട്, ഇതല്ല, സെലക്ടർ അല്ല ചെയ്യേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സിക്സാഗാണ് എടുക്കുന്നത്. എന്നിട്ട് ഇനി ഇത് പയ്യെ നമ്മൾ ഈ വരച്ചേക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിലൂടെ പയ്യെ നമ്മൾ തയ്ച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ വെട്ടിവെച്ച സ്റ്റെബിലൈസറൂടെ വെക്കണം, എന്നാലേ നമുക്ക് ഇതിന് പിടുത്തം കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ചും ഇത് ഒരു ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് മാതിരിയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ പിടുത്തം കിട്ടത്തില്ല, ഇതിങ്ങനെ തെന്നി പോകും. അതാണ് ഒരു ഫിനിഷിംഗ് കിട്ടത്തില്ല എന്ന് പലരും പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ വെക്കാം. ന്യൂസ് പേപ്പർ വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിവശത്ത് ആ ന്യൂസ് പേപ്പർ തെളിഞ്ഞ് കാണും. അപ്പോൾ ആ ഒരു വൃത്തിയോട് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ ഇത് ചെയ്ത് വരുമ്പം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയപ്പം ചെയ്തപ്പോൾ ഞാനൊന്ന് അടിവശത്തോട്ട് തിരിഞ്ഞ് നോക്കിയപ്പം അതിൻ്റെ അടിവശത്ത് നമുക്ക് വെള്ള നൂല് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വെള്ള നൂല് കാണാൻ പാടില്ല. നോർമലി നമ്മൾ എംബ്രോയിഡറിക്ക് ആണെങ്കിലും അടിയിൽ വെള്ള നൂലിട്ട് നമ്മൾ മുകളിൽ തയ്ക്കുമ്പോൾ അടിയിലും മുകളിലും ഒന്നും വെള്ള നൂല് കാണാനായിട്ട് പാടില്ല. അതിനെന്താ വെച്ചാൽ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണം കറക്റ്റായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് 0യിലാണ് ടെൻഷൻ ഇട്ടേക്കുന്നത്. 0യിൽ ടെൻഷൻ ഇട്ട് കഴിഞ്ഞാൽ മുകളിലും താഴെ നമുക്ക് ഒരേ കളർ നൂല് തന്നെ വരുന്ന പോലെ തോന്നത്തുള്ളൂ, ആ വെള്ള നൂല് കാണാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ ടെൻഷനും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ ഇരുന്ന് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇത് കുറച്ചൊക്കെ സ്പീഡുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഈ വീഡിയോ വെച്ചിട്ട് സ്പീഡാക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ പതുക്കെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഇത് കിട്ടും. ഓക്കെ, അത് ചെയ്യുന്ന പാടെ തന്നെ നമുക്ക് ഈ സ്റ്റെബിലൈസർ ഇങ്ങനെ കീറി പോകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചാൽ പോലും ഇങ്ങനെ കീറി വരത്തില്ല, കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് എളുപ്പത്തിൽ നല്ല ഫിനിഷിങ്ങിൽ സംഭവം കിട്ടും. സ്കാൽപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റെബിലൈസറൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ് അതിൻ്റെ അരിക് വെട്ടി കളഞ്ഞേച്ച് ഇത് കരിച്ചെടുക്കുക എന്നുള്ളത്, കരിച്ചല്ലെങ്കിൽ ബേൺ ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നുള്ളത്. അതിന് നമുക്കൊന്നെങ്കിൽ കത്രി വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞേച്ച് ഒരു ലൈറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ മെഴുകുതിരി വെച്ചിട്ടോ നമുക്കിങ്ങനെ സെറ്റാക്കി എടുക്കാം, അല്ലെങ്കിൽ അരിക് നന്നായിട്ട് ഭംഗിയാക്കി എടുക്കാം. പിന്നെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോൾഡറിങ് അയൺ വെച്ചിട്ടാണ്. സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂർത്ത ഭാഗം വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ അടിയിൽ തടിയാണ് വെച്ചേക്കുന്നത്, തടി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്താൽ മതി. അതിപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുള്ളതാണ് ഞാൻ പയ്യെ ചെയ്യുന്നത്. കുറച്ച് പ്രാക്ടീസ് ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ടൊക്കും. അവരിങ്ങനെ തടി വെച്ചൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ഇങ്ങനെ ചുമ്മാ തുണി നേരെ കാണിച്ച് നമുക്കിങ്ങനെ വരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പോരും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചോദിക്കുവാണെങ്കിൽ ഞാൻ മീറ്ററിന് 85 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു സ്കാലപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സാരിയൊക്കെ ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് 800 രൂപ അടുപ്പിച്ചാവും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം.